സമര നക്ഷത്രം അമരസഖാവ് VS കേരളത്തോട് വിട പറഞ്ഞിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ സമരമുഖങ്ങളിൽ സൂര്യ തേജസ്സോടെ 8 പതിറ്റാണ്ടിലേറെ ജനകീയ വിഷയങ്ങളിൽ കേരളത്തിൻ്റെ കണ്ണും സഖാക്കളുടെ കരളുമായിരുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇനി ഓർമ്മകളിലെ ചെങ്കനിൽ. തൊഴിലാളി സംഘാടകനായി തുടങ്ങി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പിന്നീട് CPMൻ്റെയും നേതൃനിരയിലേക്ക് ഉയർന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന പ്രിയ നേതാവിനെ VS എന്ന ചുരുക്കപ്പേരിലാണ് രാഷ്ട്രീയ കേരളം കക്ഷ്യഭേദമന്യേ നെഞ്ചോട് ചേർത്തത്. ഇന്നലെ 2025 ജൂലൈ 23 കാലം വിരാമമിട്ടത്. VS എന്ന പോരാട്ടത്തിൻ്റെ മറുവാക്ക് ഇനി ജ്വലിക്കുന്ന ഓർമ്മയാണ്. സമതീഷ്ണതയിൽ സ്ഫുടം ചെയ്തെടുത്ത നേതൃമികവും ജനകീയ നിലപാടുകളിലെ ദൃഢതയും കൊണ്ട് ഒരു ജനതയുടെ മനസ്സ് കീഴടക്കിയ നേതാവിനെയാണ് കേരളത്തിന് നഷ്ടമായത്. നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായങ്ങളൊന്ന് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ്റെ പേരിലായിരിക്കും. VSൻ്റെ വേർപാടിലൂടെ ഇടത് രാഷ്ട്രീയത്തിന് അവിടെ എക്കാലത്തെയും മൂല്യമുള്ള പ്രചാരകനെയും കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവെന്ന നിലകളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ സമ്മാനിച്ച നായകനെയുമാണ് നഷ്ടമായത്. യഥാർത്ഥ ജനതാദാവിൻ്റെ വേർപാട് കേരളത്തിൻ്റെയും ദുഃഖമാകുന്നു. VS ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കക്ഷിഭേദമില്ലാതെ ആഗ്രഹിക്കുന്ന ജനസഞ്ചയത്തിൻ്റെ കണ്ണീരിനിടയിലൂടെ ആയിരിക്കും ജന്മസ്ഥലമായ ആലപ്പുഴയ്ക്കുള്ള VSൻ്റെ അന്ത്യയാത്ര. അവിടെ വലിയ ചുടുകാടിൽ പുന്നപ്ര വയലാർ സമരനായകൻ അന്ത്യവിശ്രമം ചെയ്യുമ്പോൾ VSൻ്റെ രാഷ്ട്രീയ ഗുരുവും ആയിട്ടുള്ള P കൃഷ്ണപിള്ള അടക്കമുള്ള വിപ്ലവ തേജസ്സുകൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് VS എത്തുന്നതോടെ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിന് കൂടിയാകും അന്ത്യമാകുക. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് രണ്ടായപ്പോൾ ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോന്ന CPM രൂപീകരിച്ചവരിൽ ജീവിച്ചിരുന്ന അവസാനത്തെ നേതാവിനെയും പാർട്ടിക്ക് നഷ്ടമായിരിക്കുകയാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ VSൻ്റെ പങ്ക് നിർണായകമായിരുന്നു. പുന്നപ്ര വയലാർ സമരത്തോടെയാണ് ആലപ്പുഴയിൽ VS പാർട്ടിയുടെ നേതൃത്വ നിരയിലെത്തുന്നത്. പ്രത്യയശാസ്ത്ര ദൃഢതയിൽ പോലീസിൻ്റെ മർദ്ദനവും മുറിപ്പാടുകളും അവഗണിച്ച് നീങ്ങിയ VS പിന്നീട് എത്രയോ സമരപഥങ്ങളാണ് താണ്ടിയത്. CPM സെക്രട്ടറി എന്ന നിലയിൽ കർക്കശ്യമായിരുന്നു മുഖമുദ്രയെങ്കിൽ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി എന്ന പദവികളിൽ ജനകീയതയുടെ പര്യായമായി VS. 1996 മാരാരിക്കുളത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട VS പിന്നീട് പ്രതിപക്ഷ നേതാവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ താരപ്രചാരകനുമായി മാറിയത് അത്ഭുത ആദരവോടെയാണ് കേരളം കണ്ടത്. തൻ്റേതു മാത്രമായ ശൈലിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി അദ്ദേഹം നടത്തിയ പ്രവർത്തനത്തിന് ചേർന്ന പദവികൾ മാത്രമായിരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനവും തുടർന്നുള്ള മുഖ്യമന്ത്രി പദവിയും. ജനകീയ വിഷയങ്ങളിലെ ഇടപെടലിലൂടെ ഒരു സമരസാഗരം കേരളത്തെ സമ്പൂർണ്ണമായും മൂടുകയായിരുന്നു. ജനങ്ങൾക്ക് സുരക്ഷയേകിയ ആ സാഗരമാണ് ശാന്തമായത്. നൂറ്റാണ്ട് പിന്നിട്ട് ധന്യമായൊരു ജീവിതത്തിന് തിരശീല വീഴുമ്പോൾ VS എന്ന സമരസാഗരത്തോട് കേരളത്തിന് നന്ദി പറയാതിരിക്കാനാവില്ല. മണ്ണിനും മനുഷ്യനും വേണ്ടി ഒഴുകിയതിന് 4-ാം വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട VS പിന്നീട് എല്ലാം പാർട്ടിക്കും ജനങ്ങൾക്കും വിപ്ലവ സൂര്യനായി അദ്ദേഹം വളർന്നു. അസാന്നിധ്യത്തിലും സൂര്യനായി ജനമനസ്സുകളിൽ ജ്വലിക്കാൻ കഴിയുമെന്നതാണ് VSൻ്റെ പ്രസക്തി. വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ സമര ഇതിഹാസം തീർത്ത കേരള രാഷ്ട്രീയ ചരിത്ര അതികായന് നല്ല വിട. ജീവിതകാലം അത്രയും സമരം ചെയ്ത VS മരണത്തോടുള്ള ധീരമായ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിച്ച് ജീവിതത്തിലും സമൂഹത്തിലും പാർട്ടിയിൽ പോലും കൊടിയ ദുഷ്പ്രഭുത്വത്തോട് സമരസപ്പെടാതെ പോരാടിയ മുൻ മുഖ്യമന്ത്രിയും സമുന്നത CPM നേതാവുമായ
സഖാവ് വി എസ് അച്യുതാനന്ദൻ ഇനി ഓർമ്മയിൽ കെടാത്തി. പ്രിയപ്പെട്ട വി എസ് എ, എല്ലാ പോരാട്ടങ്ങളും വിജയിക്കണമെന്നില്ല. പോരാടാനുള്ള മനസ്സും ധീരതയുമാണ് പ്രധാനം. അനീതിക്കും നീതി നിഷേധത്തിനുമെതിരെ ശബ്ദിക്കാൻ ഞങ്ങൾക്കൊപ്പം വി എസ് ഉണ്ടായിരുന്നു എന്ന് ഒരു ജനത വിശ്വസിച്ചിരുന്നു. അതൊരു കാലമാണ്. ഒരു കാലത്തിൻ്റെ മനസ്സാക്ഷിയായി താങ്കൾ പ്രവർത്തിച്ചു. അവതാര പുരുഷനായി ഒരു കമ്മ്യൂണിസ്റ്റായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് വി എസ് ആണ്. പ്രിയപ്പെട്ട സഖാവേ, ലാൽ സലാം.